നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ എല്ലാവരും കയ്യിൽ രാഖി കെട്ടിയിരിക്കുന്നത്? തിരുമേനി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. തിരുമേനി പറഞ്ഞില്ല, വീട്ടിലെ ആചാരാണെന്ന് പറഞ്ഞു. ഇത് നിത്യയുടെ വീട്ടിലെ ചടങ്ങാമേ. അവിടെ ഇങ്ങനൊരു ചടങ്ങുണ്ടോ മോള്? ഇത് ഉത്തരേന്ത്യക്കാരൊക്കെ ചെയ്യുന്നതല്ലേ? ആര് ചെയ്യുന്നതായാലും എന്താ അമ്മേ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ആളുകൾ ഇത് ഏറ്റെടുക്കില്ലേ? നിത്യയുടെ സന്തോഷത്തിന് വേണ്ടി നിത്യ ചെയ്തു. മോളുടെ വിശ്വാസമാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഞാനകത്ത് പായസത്തിന്റെ കാര്യം നോക്കുക മോളെ. അതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടുന്നത്. അമ്മ ഇവിടെ നിന്നോ, ഞാൻ പോയി നോക്കിക്കോളാം. മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത്. ഞാനിപ്പോ വരാം. അതെന്താ അമ്മയോട് എന്റെ വീട്ടിലെ ആചാരമാണെന്ന് പറഞ്ഞത്? ഇവിടുത്തെ ആചാരാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? എടോ, എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ വീട്ടിലെ ചടങ്ങുകൾക്കൊക്കെ പോവാറുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾ അവരുടെ അച്ഛന് വേണ്ടി ചെയ്യുന്ന ചടങ്ങായത്. എനിക്കെന്തോ അതൊരു വലിയ വിശ്വാസം തോന്നി. അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ, അച്ഛന് വേണ്ടി തന്നെ കൊണ്ടത് ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നി. തിരുമേനി പറയാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലേ അമ്മ ചിലപ്പോൾ ദേഷ്യപ്പെടും. തന്റെ തീരുമാനമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. താൻ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനെന്ന് നമ്മുടെ കൂടെ വേണ്ടേ? തനിക്ക് അച്ഛനെ സ്നേഹിക്കണ്ടേ? ഈശ്വരാ, നിത്യയുടെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. മനു എന്താ ഇവിടെ? ഏയ് ജ്യോതി, മനു താനെന്താ ഇവിടെ? ഇത് തന്റെ വീടായിരുന്നോ? ബെസ്റ്റ്. ഇതിനകത്ത് കേറിയിട്ടാണോ ഇതെന്നോട് ചോദിക്കുന്നേ? മനു, നിങ്ങൾ തമ്മിൽ അറിയോ? ഇവള് കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നില്ലേ? ആഹാ. ഏട്ടാ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ, വാ. ഏട്ടാ, ഇത് മനു. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയല്ലോ. ഞാൻ സാറ് ചേച്ചിയുടെ അനീന. ഓ ഏട്ടാ, ഏട്ടന് ഇവര് പരിചയപ്പെട്ടില്ലേ? ജീവൻ ഇവര് വന്നപ്പോ തന്നെ പരിചയപ്പെട്ടതാണല്ലോ. ജ്യോതി, ഇത് ജിതിൻ, എന്റെ ഫ്രണ്ടാ. ഹായ്. ഹായ്. ചേച്ചി, കോളേജിൽ ഒരു ദിവസം ഇവിടെ ഒരു പൂജ നടക്കുക. കൂടുതൽ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട. മനു, എന്നാ വാ, നമുക്ക് റൂമിൽ ചെന്നിരുന്ന് സംസാരിക്കാം. വേണ്ട വേണ്ട, എല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് അമ്മ പറഞ്ഞു. നീ ഇവിടെ ഇരുന്നാ മതി കേട്ടോ. എന്നാ വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ.
എന്നാச்சு സാർ? ആ വായി നോക്കിയുടെ ഏർപ്പാട് കണ്ട ഇറക്കി വിടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ എന്നാ ചെയ്യാനാ സാറേ? പെട്ടെന്ന് இந்த പൂജ മുടിയാൻ പ്രാർത്ഥിക്കുക, അവർ പൊക്കോളൂ. എന്തുപറ്റി? ഒന്നുമില്ല. ഹലോ കിരൺ. ഗുഡ് ആഫ്റ്റർനൂൺ വീണ. ഞാൻ കിരണ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, വിശേഷം ഉണ്ടോ? അതും വളരെ സർപ്രൈസ് ആയ ഒരു വിശേഷം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രൊഡ്യൂസർ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാം. അദ്ദേഹം തന്നെ നേരിട്ട് വീണയോട് പറയും. സർ, വീണയാണ്. ഓ, ഹലോ വീണ. ഹലോ സർ. വീണ, കൺഗ്രാറ്റുലേഷൻസ്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അന്ന് ഫോട്ടോഷൂട്ടിന് വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, തന്റെ ഫോട്ടോ ഞാൻ ഫാഷൻ ഡേയുടെ കവർ ഡിസൈനിങ്ങിന് അയക്കുന്നുണ്ടെന്ന്. അവരത് സെലക്ട് ചെയ്തടോ. സത്യം? അതേടോ, ഓൾറെഡി പ്രിന്റിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് ഇറങ്ങുന്ന ഫാഷൻ ഡേയുടെ കവർ താനാണ്. ദ ഫസ്റ്റ് എവർ മോഡൽ ഫ്രം കേരള. താങ്ക് യു സർ. വീണ, ഞാൻ ഫാഷൻ ഡേയുമായിട്ട് വലിയൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുക. അതിന്റെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. വീണ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ. ഇത് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത ഒരു പാർട്ടിയാ. താൻ വരികയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. തന്റെ കവർ പേജ് തനിക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാം. ഞാൻ വരാം സർ, തീർച്ചയായിട്ടും വരാം. ഓക്കെ, കിരൺ സ്ഥലവും മറ്റും പറഞ്ഞു തരും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഇത് തനിക്ക് നല്ലൊരു അവസരമാണ്, തന്റെ ഫ്യൂച്ചറിന്. ഓക്കെ, വീണ, ഗുഡ് ന്യൂസ് അല്ലേ? താങ്ക് യു കിരൺ. ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും നല്ല വാർത്തയാ. ഞാൻ എവിടേക്കാ വരണ്ടേ? ആ, ഓക്കെ ഓക്കെ, ശരി. ഓക്കെ കിരൺ, ഞാനിപ്പോ തന്നെ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.